സൈബർ തട്ടിപ്പിന് ഇരയായെന്ന പരാതിയുമായി സീരിയൽ നടി അഞ്ജിത രംഗത്ത്. നർത്തകി രഞ്ജന ഗൗറിൻ്റെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്തതായിരുന്നു തട്ടിപ്പ്. അഞ്ജിത തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് പത്മശ്രീ രഞ്ജന ഗൗർ അവരുമായിട്ട് ഞാൻ എപ്പോഴും ചാറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു സൗഹൃദ ബന്ധമുണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെ വിളിച്ച് സംസാരിക്കാറുള്ളവരൊന്നുമല്ല, നമ്മൾ ചാറ്റിങ്ങിലൂടെ സംസാരിക്കാറുള്ളവരാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് ഇന്നലെ ഐ ആം അഷെയിംഡ് ഓഫ് യു ആസ്കിങ് എന്നും പറഞ്ഞുകൊണ്ട് മടിച്ചാ ചോദിക്കുന്നത്. എനിക്ക് അവരുടെ അക്കൗണ്ട് ഇപ്പം ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ചെറിയൊരു പേയ്മെൻറ്റ് ഞാൻ നടത്തി കൊടുക്കാമോ, അതായത് അവർ കൊടുക്കേണ്ട ഒരു പേയ്മെൻറ്റ് ഞാൻ കൊടുക്കാമോ, നാളെ വൈകുന്നേരം എനിക്ക് ആ പൈസ ഇങ്ങ് ഇട്ട് തരാമെന്നും പറഞ്ഞാണ് മെസ്സേജ്. അപ്പം ഞാൻ അവരെ ഒന്ന് വിളിക്കാൻ ശ്രമിച്ചു. അപ്പോൾ പക്ഷെ അവർ ഫോൺ എടുത്തില്ല. അപ്പോൾ എനിക്ക് തോന്നി പൈസ ചോദിക്കുന്നതേ ഒരു മടിയോടുകൂടെ, കാരണം ഇത്രയും വലിയൊരു പേഴ്സണാലിറ്റി അല്ലേ. അപ്പം നമ്മളോടൊക്കെ പൈസ ചോദിക്കുക എന്ന് പറയണതിനകത്തുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അവർ ചോദിക്കാത്തതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഏത് അക്കൗണ്ടിലാണ് അയച്ചു തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു ജി പേ നമ്പർ തന്നു. അപ്പം ഞാൻ ആ ജി പേ നമ്പറിൽ അയച്ചു കൊടുത്തു. ആ ജി പേ നമ്പറിൽ അയച്ചു കൊടുത്തപ്പം അവർ ഉടനെ ഒരു 10,000 കൂടെ തരാമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നി. അത് മാത്രമല്ല, ഈ അക്കൗണ്ട് നമ്പർ, ജി പേ നമ്പർ ഇവരുടെ പേരിലല്ല ഉള്ളത്. അപ്പം ഞാനത് ചോദിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞു, അല്ല അവർക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടവരുടെ നമ്പറാണിത് എന്ന് പറഞ്ഞു. അപ്പം എനിക്കതിനകത്ത് ഒരു സംശയം തോന്നിയില്ല എന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് ആൾക്കാരെ മനസ്സിലാക്കുന്നവരൊക്കെ ആണ് എങ്കിലും എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. അഞ്ജിതയ്ക്ക് എന്ത് സംഭവിച്ചു? കുറച്ച് പൈസ പോയി എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. പറയാ അജീഷ്, വിവരങ്ങൾ. SKN 10,000 രൂപ നഷ്ടമായെന്നാണ് നടി അഞ്ജിത പറയുന്നത്. സമാനമായി കോഴിക്കോട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു തട്ടിപ്പ് നടന്നിരുന്നു. അത് AI ഉപയോഗിച്ച് വ്യാജമായി മുഖം ഉണ്ടാക്കിയതിന് ശേഷം വീഡിയോ കോളിലൂടെയായിരുന്നു പണം തട്ടിയത്. ഇന്ന് പക്ഷേ നേരെ മറിച്ചാണ്, അതായത് വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ട് ആണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയത്. അതായത് ഈ അഞ്ജിതയുടെ ഒരു പരിചയക്കാരി കൂടിയാണ് പ്രശസ്തയായ നർത്തകി രഞ്ജന കൗർ. അവരുമായി നിരന്തരം വാട്സപ്പിലൂടെ ആശയവിനിമയം നടത്താറുണ്ട്. ന്യൂ ഇയറിന് കൂടി വിഷസ് അയച്ചതാണ്. അതിനിടയ്ക്കാണ് ഈ രഞ്ജന കൗറിൻ്റെ യഥാർത്ഥ വാട്സപ്പിൽ നിന്ന് തന്നെ, അവർ സ്ഥിരമായി മെസ്സേജ് അയക്കുന്ന വാട്സപ്പിൽ നിന്ന് ഇങ്ങനെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് എത്തുന്നത്. അതായത് ഇങ്ങനെയാണ് അവർ പറയുന്നത്: പണം ചോദിക്കുന്നതിൽ നാണക്കേടുണ്ട്, പക്ഷെ തൻ്റെ അക്കൗണ്ടിൽ ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കുറച്ച് പണം അത്യാവശ്യമായിട്ട് വേണം, തരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രശസ്തിയായ നർത്തകി പണം ചോദിച്ചത് കൊണ്ട് ഇവർ ആ നമ്പറിലേക്ക് വിളിച്ചാദ്യം തിരക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഫോൺ വിളിച്ചെങ്കിലും അവരെടുത്തില്ല. പക്ഷേ അപ്പോൾ ഇവർ കരുതിയത് അതൊരു പ്രശസ്തിയായ നർത്തകി ആയതുകൊണ്ട് താൻ പണം ചോദിക്കുന്നത് നാണക്കേട് കൊണ്ടായിരിക്കാം, നേരിട്ട് ചോദിക്കുന്നതിൻ്റെ നാണക്കേട് കൊണ്ടായിരിക്കാം ഫോൺ എടുക്കാത്തതെന്നാണ്. അങ്ങനെ ഇവർ ഈ പണം സംഘടിപ്പിക്കാൻ തുടങ്ങി. തൻ്റെ അച്ഛനിൽ നിന്നും 5,000 രൂപ വാങ്ങി തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും കൂടെ ചേർത്ത് ഇവർ പറഞ്ഞ മറ്റൊരു അക്കൗണ്ട് നമ്പറിലേക്ക്, ഒരു ജി പേ നമ്പറിലേക്ക് 10,000 രൂപ അയച്ചു കൊടുത്തു. അതിനുശേഷം തൻ്റെയും വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ ഇവർ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അവർ ഒരു പ്രത്യേക രീതിയിലൂടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവരുടെ ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വന്നു. ആ OTP നമ്പർ അവർ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അതും അയച്ചു കൊടുത്തു. പക്ഷേ ഇവർ പെട്ടെന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മെത്തേഡ് വഴി ആ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്ന നടപടി അത് ഒഴിവാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് ഈ രഞ്ജന കൗർ തന്നെ തൻ്റെ വാട്സപ്പ് പിന്നീട് അത് തുറന്നു നോക്കിയ സമയത്താണ് ഇങ്ങനെ വാട്സപ്പിൽ നിന്ന് പലർക്കും മെസ്സേജ് പോയ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ ഈ അഞ്ജിതയെ ഫോൺ വിളിച്ച് ഇനി മറ്റാർക്കും പൈസ കൊടുക്കരുത്, തട്ടിപ്പാണെന്ന് പറയുകയും ചെയ്തു. ഉടൻ തന്നെ അഞ്ജന തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്തായാലും 10,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. ഈ സൈബർ തട്ടിപ്പിൽ ഇരകളാകുന്നവരുടെ എണ്ണം ഇതേപോലെ നാൾക്കുനാൾ കൂടി വരുവാണ്. ഓരോ ദിവസവും പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ ആളുകളിൽ നിന്ന് പണം കൈക്കലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. അഞ്ജിതയ്ക്കാണ് ഇപ്പോൾ 10,000 രൂപ നഷ്ടപ്പെട്ടത്. സൈബർ തട്ടിപ്പുകൾ ചില ആൾക്കാരൊന്നും പുറത്ത് പറയത്തുമില്ല. പറ്റിയ അബദ്ധം വെളിയിൽ പറയേണ്ട, ഇനി കയ്യിൽ നിന്ന് ഇത്രയും പൈസയല്ലേ പോയുള്ളൂ, മാനം കളയേണ്ടെന്ന് ചോദിച്ച് പറയാതിരിക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. നിങ്ങൾ ദയവേതും മാനം പോകുമെന്ന് ചോദിച്ച് പറയാതിരിക്കരുത്. സൈബർ സെല്ലിൽ അപ്പം തന്നെ പറയണം.